ഒരു സമരം ആഹ്വാനം ചെയ്താൽ അത് വിജയിപ്പിക്കുന്നത് അതിന് ബോധവൽക്കരണം നൽകിയോ അതിനെ ജനങ്ങൾക്കിടയിൽ അതിനെപ്പറ്റി സംസാരിച്ച് ജനങ്ങളുടെ മനസ്സിലേക്ക് ആ വിഷയത്തെ പഠിപ്പിച്ചവരെ ഇറക്കി ഇതെനിക്കും കൂടി വേണ്ടിയാണ് ഈ പണിമുടക്കെന്ന് ചിന്തിപ്പിച്ചോ അല്ല സമരം വിജയിപ്പിക്കുന്നത്. മറിച്ച് ശാരീരിക ക്ഷമതയുള്ള ഒരു കൂട്ടം മനുഷ്യർ നിസ്സഹായരായിട്ടുള്ള മനുഷ്യരെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ സമരത്തിന് ആഹ്വാനം ചെയ്യുന്നു, ഈ ജംഗ്ഷനിൽ ഞാൻ പോയി നിൽക്കുകയാണ്, ജോലിക്ക് പോകുന്നവനെ ഞാൻ ഫിസിക്കലി അസോൾട്ട് ചെയ്യുകയാണ്, തടയുകയാണ്, അവനെ ഉപദ്രവിക്കുകയാണ്, എന്നിട്ട് ഞാൻ സമരം വിജയിച്ചു എന്ന് പറയുകയാണ്. ഹാജർന്നില്ല, ഇന്ന സ്ഥാപനത്തിൽ കുറഞ്ഞു. അങ്ങനല്ല, ഞാൻ അവനോട് സംസാരിക്കണം, മോനെ ഇത് നിനക്കൂടെ വേണ്ടി, നീ ബാ 10 മിനിറ്റ് നീ എൻ്റെ സമരത്തെപ്പറ്റി കേൾക്കും, നമ്മൾ എന്തിനാണ് സമരം ചെയ്യുന്നത്, നമ്മൾ സമരം ചെയ്യുന്നത് ഇന്ന കാരണത്തിന്. അപ്പോൾ അവൻ ചിന്തിക്കും, അവൻ്റെ കുറ്റബോധം ഉണ്ടാവണ്ടേ, ശരിയാണല്ലോ, എനിക്ക് വേണ്ടിയാണല്ലോ ഈ ചേട്ടൻ സമരം ചെയ്യുന്നത്, അല്ല എനിക്ക് വേണ്ടിയാണല്ലോ ഈ സംഘടന സമരം ചെയ്യുന്നത് എന്ന് തോന്നി അവൻ ജോലിക്ക് പൊക്കോട്ടെ. അവൻ്റെ ഒരു സുഹൃത്തിനോടെങ്കിലും പറയടേ, ഇന്നലെ ഞാൻ ജോലിക്ക് പോയി, പക്ഷേ ഞാൻ ജോലിക്ക് പോകാൻ പാടില്ലായിരുന്നു, കാരണം എൻ്റെയും വരാൻ പോകുന്ന തലമുറയ്ക്കും വേണ്ടിയാണ് ഈ ചെറുപ്പക്കാർ ഇന്ന് പണിമുടക്കിയത്, ഈ നേതാക്കന്മാർ പണിമുടക്കുന്നതെന്ന് ചിന്തിപ്പിക്കാനുള്ളൊരു സാമൂഹ്യ സവിശേഷമായൊരു സാഹചര്യം പോലും സൃഷ്ടിക്കാതെയാണ് ഈ സമരം. ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞത്, ഇപ്പോൾ ജഡ്ജസ്, മജിസ്ട്രേറ്റുമാർ, കോടതികൾ, ഇവരുടെ കാറ് പോകുന്നുണ്ട്, ഫുൾ പോലീസ് പ്രൊട്ടക്ഷൻ, ഇവർ യാത്ര ചെയ്യുന്നുണ്ട്, തടയുമോ? തടഞ്ഞു കഴിഞ്ഞാൽ റിമാൻഡിൽ പോവും. തടയുന്നത് ആരെയാണ്? ക്യാൻസർ രോഗബാധിതന ആശുപത്രിയിൽ പോകുന്നവരെ തടയും. ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനത്തിൽ അന്നത്തെ ആഹാരത്തിന് വേണ്ടി അല്ലെ ആ മാസം ഒന്ന് കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഒരു ഡെയിലി വർക്കിന് പോകുന്നവനെ തടയും. അല്ലെങ്കിൽ ചെന്ന് ഒപ്പിട്ടില്ലെങ്കിൽ ഒപ്പിടാത്തതിൻ്റെ പുറത്ത് ശമ്പളം പോകുന്നവരെ തടയും. അതാണ് പ്രശ്നം.